ഗൈസ് അങ്ങനെ കേരള ടു ലഡാക്ക് റൈഡിൽ ഇപ്പം ഞാൻ എവിടെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേയിലാണ്. ലേയിൽ വന്നിട്ട് നമ്മളിവിടെ റൂമും കാര്യങ്ങളും ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നു. വണ്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഒക്കെ നമ്മൾ റൂമും കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇനി എവിടെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ കർത്തങ്ല പാസ് പോകുന്നതാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ എൻ്റെ ഒരു ദിവസം ഇവിടെ ഇരുന്നിട്ടൊന്നും ഇവിടുത്തെ ക്ലൈമറ്റൊക്കെ ഒന്ന് സെറ്റായിട്ട് പോകുമെന്ന് വിചാരിച്ചില്ല. എന്നാണെങ്കിൽ ബ്രീത്തിങ് പ്രോബ്ലം വരും, പിന്നെ ഹെൽത്തിന് ഇഷ്യൂ വരും. അപ്പോൾ എന്തായാലും ഒരു ദിവസം ഇവിടെ ഇരുന്നിട്ടൊന്ന് സെറ്റായിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ ഇനി എവിടെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെ ലേയിൽ തന്നെ നമ്മുടെ ഒരു മെമ്മോറിയൽ. പിന്നെ എവിടെ പോണേ? വാർ മെമ്മോറിയൽ. ഇന്നൊന്നും ചെന്നില്ലേ? ഒരു ഭയങ്കര ഫേമസ് ആയിട്ട് ഒരു ബുദ്ധൻ്റെ ഒരു ഒരു ഇതുണ്ട്. പിന്നെ ഒരു ബുദ്ധൻ്റെ ഒരു എന്താ പറയുക, ബുദ്ധൻ്റെ ഒരു ശിലയുണ്ട്. അപ്പോൾ അതും പോയി കണ്ടിട്ട്, ബുദ്ധൻ്റെ ഒരു ശിലയുണ്ട് ഇവിടെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള, അതും പോയി കണ്ടിട്ട് വാർ മെമ്മോറിയലിൻ്റെ ഒരു മെമ്മോറിയൽ അതുകൊണ്ട്. അപ്പോൾ അതും പോയി കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ അങ്ങനെ തിരിച്ചു വരാമെന്ന് വിചാരിച്ചു. അതാണ് ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും ഇതൊരു ചാനൽ പുതുതായിട്ട് അറിയുകയാണെങ്കിൽ സബ്സ്ക്രൈബ് എല്ലാവർക്കും ഒന്ന് അടിച്ചു വെക്കുമ്പോൾ നമ്മളിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ എത്തുന്നതായിരിക്കും. ഗേസ് അങ്ങനെ നമ്മുടെ ഡ്രീം പ്ലേസായ ലേയിലാണ്, ലേ ലഡാക്കിലെ ലേയിലാണ് ഇപ്പോൾ ഞാൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഞാൻ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മുടെ ബുദ്ധൻ്റെ ഒരു ഇതുണ്ട്, ഒരു പിന്നെ പ്രതിമയുണ്ട്, ബുദ്ധൻ്റെ ഒരു പ്രതിമയുണ്ട്. അത് പോയിട്ട് ഒരു മറ്റേ വാർ നടന്ന മെമ്മോറിയൽ ഉണ്ട്, അതിൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ അതുകൂടെ കാണാൻ വേണ്ടിയിട്ടാണ് പോണതെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇനി ഇവിടുന്ന് നമ്മുടെ വാർ മെമ്മോറിയൽ നടന്ന സ്ഥലത്തേക്ക് ഒരു 3.3 കിലോമീറ്റർ ഉണ്ട്. അവിടെയും പോയി കണ്ടിട്ട് അതിന് നേരെ ഫുഡ് കഴിക്കണം. പിന്നെ ഇവിടെ ഒരു നമുക്ക് വാർ മെമ്മോറിയൽ അവിടെയും കയറി കണ്ടു. കാരണം ഇപ്പോൾ മണി 1 ഇന്ന് നമ്മൾ താമസിച്ച് ലേറ്റായിട്ടെന്ന് പറഞ്ഞാൽ ഇന്ന് ലേ കറങ്ങാനായിരുന്നു പ്ലാൻ. അപ്പോൾ ലേ ഇറങ്ങിയിട്ട് അങ്ങനെ ഒരു പ്ലാനായിരുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ നേരം സംസാരിക്കാൻ പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നത് എന്താ പറയുക, ഇവിടുത്തെ എന്താ പറയുക, എനിക്കിങ്ങനെ കൂടുതൽ സ്പീഡിൽ സംസാരിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നത് ഈ ഇവിടുത്തെ ക്ലൈമറ്റ് സെറ്റ് ആവാത്താണ്ടോണാണോ എന്നറിയത്തില്ല. ഞാൻ ആൾറെഡി തണുപ്പിലൊക്കെ നിറയെ ടൈം ഇരുന്നിട്ടുണ്ട്. എന്ന് കഴിഞ്ഞാൽ എനിക്ക് തോന്നണം ഇവിടുത്തെ ഈ എന്താ പറയുക ക്ലൈമറ്റ് വേറെ രീതിയാണെന്ന് തോന്നണം കേട്ടോ. അപ്പോൾ അത് കാരണം എനിക്ക് കൂടുതൽ ഇങ്ങനെ സംസാരിക്കാൻ പറ്റില്ല. കാരണം ഈ എന്താ പറയുക, സംസാരിക്കാൻ എനിക്ക് ശ്വാസം എടുക്കാൻ വേറെ പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല, അല്ലാതെ എനിക്കിങ്ങനെ സംസാരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞില്ല. അത് കാരണം ഞാനിങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാണും. ഓക്കെ, അപ്പോൾ എന്തായാലും അതൊന്നൊക്കെ ക്ഷമിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റ് നമ്മൾ നേരെ പോണത് നമ്മുടെ വാർ മെമ്മോറിയൽ നടന്ന സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് നേരെ പോവാം. ഓക്കെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ ലേയിൽ വന്ന് ഇവിടെ ലേയിലാണ് ഉള്ളതെന്ന് പോലും ഒരു പിടിയില്ല. കാരണം അങ്ങനെ സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ലേയിലെത്തി എന്നുള്ള ഒരു ഫീല് പോലും ഇല്ല. കാരണം എന്താ പറയുക, ആ ഒരു ഫീലില്ല. പിന്നെ ലേയിലാണ് ഇപ്പോൾ ഞാനുള്ളത് എന്നുള്ള ഒരു ഫീല് ഇല്ല. ഇവിടെ ഏറ്റവും കൂടുതൽ എല്ലാവരും ഈ റെൻ്റൽ വണ്ടി, ഇവിടെ കൂടെ ആണെങ്കിൽ എല്ലാവരും റെൻ്റൽ വണ്ടിയാണ് ഇടയ്ക്ക് കൂടുതൽ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ. പക്ഷേ റെൻ്റൽ വണ്ടി എടുത്താൽ പോകുന്ന അതൊരു വൈബല്ല. കാരണം അവർ ട്രെയിനിൽ ഇവിടെ വന്നിട്ട് പിന്നെ ഇവിടെ നിന്ന് റെൻ്റൽ വണ്ടിയൊക്കെ എടുത്തിട്ട് അങ്ങനെ പോകുന്നത് അതൊരു വൈബല്ല. സത്യം പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഞാൻ ഇങ്ങ് വരെ ഓടിച്ചുകൊണ്ട് വരണം, അതാണ്. പിന്നെ ഞാൻ ആൾറെഡി കേരളത്തിൽ നിന്ന് ഛത്തീസ്ഗഡ് വരെ വന്നിട്ടുണ്ട്, പിന്നെ ഛത്തീസ്ഗഡിൽ നേരെ ഇങ്ങോട്ട്, അതാണ്. അപ്പോൾ എന്തായാലും ഓടിച്ചാണല്ലോ എത്തിയത്. ഞാൻ ഒറ്റയ്ക്കാണ് ഈ വണ്ടി ഇത്രയും ദൂരം ഓടിച്ചു വന്നത്, വേറെ ആരും ഓടിച്ചിട്ടില്ല. ട്രെയിനിൽ കയറ്റിവിടെയോ ട്രക്കിൽ കയറ്റിവിടെയോ ഒന്നും ചെയ്തിട്ടില്ല. ഫുള്ളായിട്ട് നമ്മൾ ഓടിച്ച് തന്നെയാണ് നമ്മൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിനി നേരെ അങ്ങ് സ്ഥലത്തോട്ട് പോകാം. കൂടുതൽ സംസാരിക്കുന്നില്ല, നെഞ്ചൊക്കെ ഒരുമാതിരി ഇരിക്കുന്നു. ഇനി എന്തെങ്കിലും ചെയ്യുമെന്നൊരു ചെറിയൊരു ഇതുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും പോവാം. പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാം. ഇവിടെ എങ്ങോട്ട് തിരിഞ്ഞു നോക്കി കഴിഞ്ഞാൽ ഫുൾ ഹിമാലയൻ ബൈക്കും 450യും 411 തന്നെയാണ് കേട്ടോ. ഫുൾ സത്യം പറഞ്ഞാൽ എൻ്റെ കൂടെ വന്ന ഈ രണ്ടുപേരും ആണെന്ന് തോന്നുന്നു ഈ RCയിലും V3യിലും വന്നതായിട്ട് ഞാൻ ഇപ്പോൾ ഇവിടെ വെച്ച് കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ വണ്ടികളും ഹിമാലയനും കൂടുതലും പിന്നെ റെൻ്റൽ വണ്ടികളാണ് കേട്ടോ. റെൻ്റൽ വണ്ടികളാണ് എടുക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെൻ്റൽ വണ്ടി എടുത്തുകൊണ്ട് പോണത്. പിന്നെ ഒരു കുഴപ്പം, റെൻ്റൽ വണ്ടി എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെയും തട്ടിമുട്ട എന്തെങ്കിലും ഒരു ചെറിയ സ്ക്രാച്ച് പറഞ്ഞാൽ തന്നെ അതിന് ഒരു പൈസ മേടിക്കും. പക്ഷേ ഈ നമ്മുടെ സ്വന്തം വണ്ടിയാണെങ്കിൽ കുഴപ്പമില്ല. ഇത്ര നമ്മൾ മറിഞ്ഞു കഴിഞ്ഞാൽ ഇത്ര സ്ക്രാച്ചായി, ഓക്കെ ശരി കുഴപ്പമില്ല നമുക്ക് റെഡിയാക്കാം എന്നുള്ള ആ ഒരു ഇതിൽ നമ്മൾ പോകും. പക്ഷേ ഞാൻ പറയുന്നത് അങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഒരിക്കലും ഇടണമെന്നല്ല പറയുന്നത്. നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്ഷമിക്കാം. മറ്റേ നമുക്കിനി അവന്മാരുടെ വായിലിരിക്കുന്ന കേൾക്കണം, അവന്മാർക്ക് കേൾക്കുന്ന പൈസ കൊടുക്കണം, ചുമ്മാ എന്തിനാ വേണ്ടാത്ത കാര്യങ്ങൾ. അതുകൊണ്ട് നമ്മൾ സ്വന്തം വണ്ടിയിൽ വരിക. ഞാൻ ഇത്ര റിസ്ക് എടുത്തിട്ടായാലും ഞാൻ ഇപ്പോൾ അതിപ്പോൾ ഒരു മാസമായാലും ശരി തന്നെയാണ്, ഒരു 5 മാസമായാലും ശരി തന്നെയാണ്, ഞാൻ സ്വന്തമായിട്ട് എനിക്ക് റിസ്ക് എടുത്ത് എനിക്ക് വരാൻ പറ്റും. ഞാൻ ആ രീതിയിൽ തന്നെ വരണം. പിന്നെ ഞാനിപ്പോൾ ഇത്രയും ദിവസം ഇത്രയും ലേഗായി എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവരെ കൂടെ ഒരുമിച്ച് ട്രാവൽ ചെയ്തുകൊണ്ടാണ് ഇത്രയും ഒന്ന് ലേഗായി പോയത്. ഇല്ലെന്നാണെങ്കിൽ ഞാൻ നേരത്തെ ഇതിനു മുമ്പേ ഞാൻ ഇവിടെ എത്തിയതന്നെയായിരുന്നു കേട്ടോ.
മോനെ ഹെലികോപ്റ്റർ ഓണാക്കി മാസിൽ. ഡിഫൻഡറാ? ഓ ഡിഫൻഡർ ഏതാ? ഒഡീഷ. हाँ लंच ब्रेक चल रही है अभी 2:30 पे ओपन होगा. 2:30 ओपनिंग है. क्लोज ആണ്ടാ 2:30 पे 2:30 ഓപ്പൺ ആവും. സാപ്പിട പോണാങ്ങളാ? ആ ആ 2:30 सर. കേസ് അവിടെ ഇപ്പോൾ വന്നിട്ട് ക്ലോസ്ഡ് ആണ്. ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനി 2:30 അവിടെ ചെല്ലാൻ വേണ്ടിയിട്ട് വരണം. അപ്പോൾ നമ്മൾ എന്തായാലും പോയി ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് ഇവിടെ വരാമെന്ന് പ്ലാൻ ഇട്ട് ഫുഡ് ഇവിടെ കഴിച്ചിട്ട് എന്തായാലും വരാം. ഇനി ഇവിടുന്ന് യൂട്ടേൺ ഇട്ട് നേരെ ഇവിടെ എവിടെ ഒരു തമിഴ്നാടുകാരുടെ ഹോട്ടലുണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ എന്തായാലും പോയി ഫുഡ് നേരെ കഴിച്ചിട്ട് വരാമെന്നൊരു പ്ലാന്. ഓ എന്താ അഴകല്ലേ ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. വേറെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ലോകമാണ് ഈ ലഡാക്ക് എന്ന് പറയുന്നത്. വേറൊരു ലോകമാണ് ഉറപ്പാണ്. കാരണം അത്രയ്ക്കും ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഒരു ഫുൾ എല്ലാ സൈഡും ഭയങ്കര ഒരു ബ്യൂട്ടിഫുള്ളാണ്. രാവിലെ ഞാൻ റൂമിൽ ഇരുന്നപ്പോഴത്തേക്ക് നമ്മൾ റൂം ഏകദേശം അങ്ങാണ് കേട്ടോ. അതോ ഇത് അങ്ങ് ടോപ്പിലാണ് റൂമും കാര്യങ്ങളും പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സൈഡിലാണ് റൂം പറഞ്ഞത്. അപ്പോൾ അവിടെ ആ റൂമിൻ്റെ അവിടെ നിന്ന് നോക്കിയപ്പോഴും രാവിലെ ഒരു ഹെലികോപ്റ്റർ പറക്കുന്നുണ്ട്, ഒരു ഫ്ലൈറ്റ് പോകുന്നുണ്ട്. ഓ ആ സൈഡൊക്കെ മൊത്തം ഇങ്ങനെ മലയുടെ ടോപ്പിലെല്ലാം സ്നോ ഒക്കെ നിറയിരിപ്പുണ്ട്. അങ്ങെല്ലാം സ്നോ നിറഞ്ഞിരിപ്പുണ്ട് മലയുടെ ടോപ്പിൽ എല്ലായിടവും. കുഴപ്പമില്ല, ഐ വിൽ കം. ഞാൻ വരുന്നുണ്ട്. മല പേടിക്കണ്ട, ഞാൻ വരുന്നുണ്ട് നിങ്ങളെയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ നേരെ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ഇതിനകത്തോട്ട് വന്നു കേട്ടോ. ഇനി നമുക്ക് ഇവിടുത്തെ ഇതൊന്ന് വിസിറ്റ് ചെയ്യാം. ஆமா நல்லா இருக்க நீ. ஓ நீ சரண் ஆஃபீஸர் தானே? ஆமா. எப்படி நல்லா இருக்கீங்களா? தெரியும், நான் இன்ஸ்டாவில் பார்த்துருக்கேன். சூப்பர். உங்கள் இது பார்க்க வந்தீங்களா? நானும் இது பார்க்க தான் வந்தோம். சரி அப்படியே ஜாலியாக போகலாம். நானும் வரேன். പോലാം. അങ്ങനെ വണ്ടിയും കാര്യങ്ങളും അവിടെ വെച്ചായിരുന്നു. വണ്ടി വെച്ചിട്ട് ഇനി ഇവിടെ നിന്ന് നേരെ കറങ്ങി അപ്പുറത്തോണം പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിക്കറ്റ് ഉണ്ടോ ഇല്ലെന്നൊന്നും അറിയത്തില്ല. നമുക്ക് നോക്കാം വണ്ടി. അവരുടെ കേൾക്കലാം സാർ. ടിക്കറ്റ് 125 ടിക്കറ്റ് എടുക്കണോ? കാർഡ്? ആ अलाउड नहीं है ना? अलाउड अंदर नहीं है, फिर आपको बाहर रखने पड़ेंगे उधर चेयर्स पे. हाँ ठीक है. हाँ थैंक यू. ठीक है. ഹാൻഡ് ക്യാഷാണ് 125 രൂപയാണ് പറഞ്ഞിരിക്കുന്നത്. ഹാൻഡ് ക്യാഷ് ഇല്ല, ഗൂഗിൾ പേ ഇല്ല, കാർഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും എൻ്റെ കയ്യിൽ കാർഡുണ്ട്. ഭാഗ്യത്തിന് ഞാൻ കാർഡ് എടുത്തുകൊണ്ട് വന്നു. ഓക്കെ, കാരണം ഗൂഗിൾ പേ സ്വതപ്പേറ്റ ചെയ്യണമെങ്കിൽ, ഗൂഗിൾ പേ പണിവാളിക്കുകയാണെങ്കിൽ കാർഡ് കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് കാർഡ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടോ, രക്ഷപ്പെട്ടു. ഇതിവിടെ ഒരു പീരങ്കി കിടപ്പുണ്ടോ, ടയറിലുള്ള പീരങ്കി. സാധാരണ മറ്റേ ഒരു ചെയിൻ പോലത്തെ ആ ഒരു സംഭവം നമ്മളെ കിറ്റാച്ചി ഇല്ലേ, കിറ്റാച്ചിയുടെ അതിൻ്റെ ഒരു ഇത് വെച്ചിട്ടാണ് കണ്ടിട്ടുള്ളത്. ഇപ്പം ഞാൻ ടയർ വെച്ചിട്ടുള്ളതൊക്കെ ഇപ്പോഴാണ് കാണണേ. സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് കാണണേ. അടിപൊളി, ഒരു രക്ഷയില്ല കേട്ടോ. കിള്ളായിട്ടുണ്ട് കാണാൻ. ഒറിജിനൽ വണ്ടിയാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള. ടയറൊക്കെ എല്ലാം ഒറിജിനൽ, അടിപൊളി. വന്ന് ടിക്കറ്റ് എടുത്ത് ഇവിടെ വന്നിട്ട് 125 രൂപയാണ് കേട്ടോ ടിക്കറ്റും കാര്യങ്ങളും വന്നിട്ട്. അതും ക്യാഷ് എടുക്കത്തില്ല, ഗൂഗിൾ പേ എടുക്കത്തില്ല, ഉള്ളി കാർഡ് മാത്രമാണ്. ഞാൻ എന്തോ എൻ്റെ നല്ല ഭാഗ്യം കൊണ്ട് ഞാൻ കാർഡ് എടുത്തിട്ട് വന്നു. പിന്നെ അവിടെ ഇത് കൊടുക്കുമ്പോഴത്തേക്കും ഒരു ഇത് തരും, എന്തോ ഒരു ലോഗോയും നമ്മളിവിടെ നെഞ്ചിൽ കുത്താൻ വേണ്ടിയിട്ട് ലോഗോയും ഒരു സ്റ്റിക്കറും തരും. ഓക്കെ, അപ്പോൾ എന്തായാലും ആ ഒരു സ്റ്റിക്കറും അവർ തരും കേട്ടോ, ആ ഒരു ടിക്കറ്റും കാര്യങ്ങളും എടുക്കുമ്പോഴത്തേക്ക്. ഓക്കെ, എല്ലായിടവും എന്താ അടിപൊളി ഒരു കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഇതിൻ്റെ പേരും കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും ഇനി ബാക്കി അകത്തോട്ട് പോകുമ്പോൾ കാണാം കേട്ടോ. ഹെൽമെറ്റ് കാര്യങ്ങൾ അവിടെ വെച്ച്, ഹെൽമെറ്റ് അകത്ത് അലോഡല്ല. ഓക്കെ, നമ്മൾ നേരെ ഇതിനകത്തോട്ടാണ് കയറി പോകാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ അകത്ത് കയറി. ഓക്കെ, അകത്ത് കയറി വന്നിട്ട്
ഫസ്റ്റ് നമ്മൾ പോണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ധീരജവാന്മാരുടെ കല്ലറാണ് കണ്ട. എന്തോ ഒരു ആൾക്കാരെ കല്ലറയിൽ നോക്കി കണ്ട വലിയൊരുമായിട്ട് കിടക്കുന്നുണ്ട്. എന്തോ ഒരു ആൾക്കാരും ഇല്ലേ നമ്മുടെ ഈ നമ്മളിങ്ങനെ സ്വാതന്ത്ര്യത്തിൽ കറങ്ങി കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് എന്തോരം ആൾക്കാർ അവരുടെ ജീവൻ തന്നെ പണയം വെച്ച് ഈ ജമ്മു ആൻഡ് കാശ്മീരിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് അവർ എത്ര ജീവൻ പണയം വെച്ചിട്ട് ഈ ജമ്മു ആൻഡ് കാശ്മീർ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സ്വാതന്ത്ര്യം തന്നല്ലേ. അടിപൊളി. നോക്കിയിട്ടുണ്ടോ ഫുള്ളായിട്ട് കല്ലറയാണ്. ഇത് വന്നിട്ട് നമ്മൾ വീഡിയോയിൽ ഗൂഗിളിൽ നോക്കിയപ്പോഴത്തേക്കും ഗൂഗിളല്ല ഒരു വീഡിയോയിൽ നമ്മൾ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യയ്ക്കും ഇന്ത്യക്കും നടന്ന യുദ്ധത്തിലാണ് ഇവർ ഇത്രയും പേര് ജീവൻ ഒടുക്കിയെന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെയുള്ള ആർമിക്കാരോട് ചോദിച്ചാൽ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധത്തിലാണ്. ഇപ്പോൾ ഏതാണെന്ന് കറക്റ്റായിട്ട് അറിയില്ല. ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ കമൻ്റ് ഇട്ടിട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും എന്ത് വെച്ച് കഴിഞ്ഞാലും നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നമുക്കിങ്ങനെ ജമ്മു കാശ്മീരിൽ വന്ന് നമുക്കിങ്ങനെ കറങ്ങി നടക്കാൻ വേണ്ടിയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഈ എത്രയും ആൾക്കാർ ജീവൻ ഒടുക്കിയിരിക്കുന്നത്. അപ്പോൾ തന്നെ നോക്കിയോണ്ടല്ലേ എന്താണല്ലേ അവരുടെ ആ ഒരു ഇന്ത്യയോടുള്ള ഒരു സ്നേഹം. അത് നമ്മൾ ഇത്രയും ജനങ്ങൾ നമ്മൾ ആരായിരുന്നു പോലും അറിഞ്ഞുകൂടാ. ഇവരൊക്കെ ആരെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. എന്നിട്ടുള്ള അങ്ങനെയുള്ള ആൾക്കാരാണ് കേട്ടോ ഇത് മൊത്തം. അങ്ങനെയാണ് അറിയാമെന്നുള്ള, അല്ലാതെ വേറെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് അറിയില്ല. എന്തെങ്കിലുമൊക്കെ അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ട് കത്തിക്കോ കേട്ടോ. ഇത് വന്നിട്ട് ഇതിനകത്തുള്ള കേട്ടോ മെമ്മോറിയലിനകത്തുള്ളതാണ് എഴുതുന്ന കാര്യങ്ങളും ഇതൊക്കെ കണ്ട ഫുള്ള് എന്തൊക്കെ. പിന്നെ അവിടെ കുറച്ച് വീഡിയോ കാര്യങ്ങളൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നു. ഇതൊന്നും എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ എനിക്ക് എന്താണെന്നൊന്നും അറിയത്തില്ല. ഓക്കെ, ഇതൊക്കെ എന്താണെന്ന് സെറ്റപ്പ് തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൗണ്ട് അറ്റാക്കണ എല്ലാം കൂടെ പിടിച്ചിടിയൊക്കെയും ചെയ്യും. ഇവിടെയൊക്കെ ഇരിക്കുന്ന ഈ ഫോട്ടോകളും കാര്യം ഇതൊക്കെ എല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാർ മെമ്മോറിയൽ നടന്നപ്പോൾ ഉള്ള അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഓരോ ഫോട്ടോകളും പിന്നെ അതിൽ നടന്ന യുദ്ധത്തിൻ്റെയും ഇവിടെ വെച്ച് നടന്ന അങ്ങനെ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ്. അതുമായിട്ട് ഈ സൈഡ് കണ്ടോ ഇങ്ങനെ ഓരോരോ ഇതുകൾ ഇങ്ങനെ ഫുള്ളാக വെച്ചിട്ടുണ്ട്. മൊത്തത്തിൽ കണ്ട ഇതിനകത്ത് ഗണ്ണ് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ കാലത്ത് നടന്ന് യൂസ് ചെയ്ത ഗണ്ണൊക്കെ ആയിരിക്കാം. AK-56 എന്ന് പറയുന്ന ഒരു വരാന്ത് എന്ന് പറയുന്ന ഒരു ഗണ്ണൊക്കെയാണ് കേട്ടോ. AK-47 കാർഗിൽ. പക്ഷെ ഇതിലും കാർഗിൽ വാറെന്നാണ് ഇട്ടിരിക്കുന്നത്. അതും ഇതും ഒന്നാണോ അതാ അറിയത്തില്ല കേട്ടോ. ഇവിടെയും അത് ഗണ്ണുകളും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ട ഇതൊക്കെ പഴയ ഗണ്ണുകളും കാര്യങ്ങളൊക്കെയാണ്. അതിൽ ഈ സൈഡ് ഇതൊക്കെ ഉണ്ട് കണ്ട ഗണ്ണ്. സത്യം പറഞ്ഞാൽ നേരിട്ട് ഗണ്ണൊക്കെ കാണാൻ ഇപ്പോഴാണ് കേട്ടോ. ഇതൊക്കെ എന്താണ് സെറ്റപ്പ് എന്നൊന്നും അറിയത്തില്ല. കുറേ ബുള്ളറ്റും കാര്യങ്ങളും അവിടെ ഇരിപ്പുണ്ട് കണ്ടോ. ബുള്ളറ്റും കാര്യങ്ങളും ഇരിപ്പുണ്ട്. ഗണ്ണുകൾ വലിയ ഗണ്ണ്. ഇത് വന്നിട്ട് മറ്റേ AW ആണോ അത് ഏതൊരു ഇതാണ് സ്നൈപ്പർ ഗണ്ണ്. അത് കഴിഞ്ഞിട്ട് ഇത് മറ്റേ ഇത് ഇടത്തില്ലേ എന്താ പറയുക റോക്കറ്റ് ലോഞ്ചറാ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പേര്. RPG-7. പിന്നെ ഇത് ഗണ്ണ്. ഇത് വന്നിട്ട് എന്താണെന്ന് പറയുന്നത് എന്നിട്ട് എനിക്ക് തോന്നുന്നു മറ്റേ സൂം ചെയ്ത് നോക്കുന്ന അതാണെന്ന് തോന്നുന്നു. എനിക്ക് ക്ലിയർ ആയിട്ട് അറിയത്തില്ല. ഓക്കെ, എന്തായാലും ഹെലികോപ്റ്ററും കാര്യങ്ങളും പിന്നെ ഇവിടെ എന്തോ വീഡിയോയും കാര്യങ്ങളൊക്കെ ഓടിക്കൊണ്ടിരിപ്പുണ്ട്. ഈ തണുപ്പിൽ കൂടെയൊക്കെ പോകുന്നുണ്ട് ആൾക്കാർ. രക്ഷയില്ല കണ്ട. ഇതൊക്കെ വന്നിട്ട് അവർ യൂസ് ചെയ്ത ബാഗുകളും പിന്നെ ഡ്രസ്സ് അവർ വാറിൽ നടന്ന ആ ഒരു എങ്ങനെ എന്താ പറയുക അവരുടെ ഓരോ ഈ ട്രോപ്പ് കിട്ടുന്ന ഓരോ മോഡൽസ്, അവരുടെ ഡ്രസ്സുകൾ, ബാഗ്, ഷൂ, അതുമായിട്ട് ഈ ഗ്ലൗസും കാര്യങ്ങളും ഇതൊക്കെ എനിക്ക് തോന്നുന്നു. പിന്നെ ഫോണ്, പണ്ട് കാലത്തെ ഫോണ് കണ്ട അത് കണ്ട ഫോണ് അതുമായിട്ട് ഇത് അവർ യൂസ് ചെയ്തെന്നാണ് ടെൻറ്റാണ് കേട്ടോ. ടെൻറ്റ് അടിപൊളി ടെൻറ്റ് കാര്യങ്ങളും അതിനകത്ത് തന്നെ ബെഡും കാര്യങ്ങളും എല്ലാം സെറ്റപ്പും ഉണ്ട്. അങ്ങനെ ഓക്കെ. അതുമായിട്ട് മറ്റേ മഞ്ഞിലോട്ടിക്കുന്ന ആ ഒരു വണ്ടിയിൽ വീക്കിൽ മഞ്ഞിലൊട്ടിക്കുന്ന ഒരു ഇത്, പിന്നെ ഈ മഞ്ഞിൽ കുത്തി നടക്കുന്ന ഒരു കമ്പ് കണ്ട അതിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കണ്ട അത് തന്നെയാണ് സംഭവം. ഇതിൽ വന്നിട്ട് നമ്മളെ കാലിൽ വെച്ചിട്ട് ഒരു സംഭവം. ഇത് വന്നിട്ട് മറ്റേ മഞ്ഞ് സ്ഥലത്ത് വന്നിട്ട് ഹുക്ക് ചെയ്ത് എന്ന് പറഞ്ഞാൽ ഹുക്ക് ചെയ്ത് കയറുന്ന ആ ഒരു സംഭവമൊക്കെയാണ് ഇതായിരിക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ട ഇതിൽ വീഡിയോൻ്റെ ഡീറ്റെയിലിങ് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇതുപോലത്തെ എന്തായാലും ജാക്കറ്റും കാര്യങ്ങളും ഈ ജാക്കറ്റൊക്കെ ഇട്ടുകൊണ്ട് എങ്ങനെയാണോ എന്ന് തരില്ലേ അവരെ കയറി ഇറങ്ങുന്നത്. അത്രയും വലിയ ജാക്കറ്റ്. അടുത്ത് ഇത് എന്താണ് സംഭവം കറക്റ്റായിട്ട് അറിയത്തില്ല. എനിക്ക് തോന്നുന്നു ഈ ഓക്സിജൻ്റെ ആ ഒരു എന്തോ ഒരു സെറ്റപ്പാണെന്ന് തോന്നുന്നത് തന്നെ. ഓക്സിജൻ കൗണ്ടർ, ഹാപ്പോ ബാഗ് അങ്ങനെ എന്തോ ആണ്. പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ
ഓക്കെ, അടുത്ത് ഇത് വന്നിട്ട് അവരുടെ ഈ ഒരു പിന്നെ ഓരോ സാധനങ്ങൾ ഈ ഹെലികോപ്റ്ററിൽ കൊണ്ടുപോയിട്ട് ഇടുന്ന ആ ഒരിത് ഹെലികോപ്റ്ററിൻ്റെ ചെറുവിരിപ്പുണ്ടോ ഹെലികോപ്റ്റർ. പിന്നെ അതവിടെ കുട്ടി ചെറിയ ഹെലികോപ്റ്ററും കാര്യങ്ങളും ഇരിപ്പുണ്ട്. അതിൻ്റെ വീഡിയോ ഇതിൽ കാണിക്കുന്നുണ്ടോ. പാരക്ഷൂട്ട്, ഇത് പാരക്ഷൂട്ടാണ് കേട്ടോ. ഇതിരിക്കുന്ന സംഭവം എന്ന് വെച്ചാൽ പാരക്ഷൂട്ടാണ്. അതിൻ്റെ മുകളിലിരിക്കുന്ന അടിയിലിരിക്കുന്നത് ക്യാനാണ്, എന്തിൻ്റെ ക്യാനാണെന്ന് അറിയത്തില്ല. ഓക്കെ, എന്തായാലേ ആർമിക്കാരുടെ ഓരോരോ രീതിയിലുള്ള ഹെലികോപ്റ്ററുകളുണ്ട്. ഇതൊരു മോഡല്, ഇതൊരു മോഡല്, ഇതൊരു മോഡല്, ഒരു മോഡല്. രാവിലെ ഞാൻ റൂമിൽ നിന്നപ്പോൾ ഇതുപോലത്തെ പറക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ വന്ന റൂട്ടിൽ ഇതുപോലത്തെ ഒന്ന് പറന്ന് പൊങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ ഇതുപോലത്തെ 2 എണ്ണം ഇതെനിക്ക് തോന്നുന്നത് പഠിപ്പിക്കുന്ന ആൾക്കാർക്കുള്ളതായിരുന്നു. ഇത് 2 എണ്ണം ഞാൻ പോകുന്നുണ്ട് ഒരുമിച്ച്. വരി ബാക്കിൽ നിന്ന് ഇങ്ങനെ 2 ആയിട്ട് 2 എണ്ണം ഒരുമിച്ച് പോകുന്നതായിട്ട് കണ്ടായിരുന്നു. ഇത് ഞാൻ 2 കണ്ടില്ല. ഇത് 2 ഇന്ന് ഞാൻ കണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും നൈസല്ലേ. ഈ ഒരു ഗണ്ണ് നോക്കിയാണ് കണ്ട. ഇതെനിക്ക് തോന്നുന്നത് മറ്റേ മിഷീൻ ഗണ്ണ് പോലത്തെ ആ ഒരു സംഭവമാണെന്നാണ് തോന്നണത്. അതാണെന്നാണ് തോന്നണത്. നമ്മളെ പബ്ജിയിലൊക്കെ ഉള്ള പോലത്തെ അല്ലേ, അതുപോലത്തെ മിഷീൻ ഗണ്ണാണെന്നാണ് തോന്നണത്. പിന്നെ ഇത് മറ്റേ റോക്കറ്റ് ലാൻസർ, അത് എല്ലാ സെറ്റപ്പുകളും ഉണ്ട് ഇവിടെ. എല്ലാം നിറയെ കാര്യങ്ങളൊക്കെ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ അടുത്തൊരു പാകിസ്ഥാൻ ഗണ്ണെന്നാണ് എഴുതിയിരിക്കുന്നത്. എന്താണ് സെറ്റപ്പ് എന്നൊന്നും എനിക്കറിയത്തില്ല. ഓക്കെ, പാകിസ്ഥാൻ ഗണ്ണെന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. പാകിസ്ഥാൻ പോട്ടിருக்கு പാകിസ്ഥാൻ ഗൺ. ഓ, അങ്ങോട്ടുള്ളത് ഇന്ത്യൻ ഗണ്ണ്, ഇങ്ങോട്ടുള്ളത് പാകിസ്ഥാൻ.